നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മുടീനെ വളരെയധികം സോഫ്റ്റ് ആൻഡ് സിൽക്കി, ഹെൽത്തി, അതുപോലെ നന്നായിട്ട് നറീഷ് ആക്കി വെക്കാൻ പറ്റുന്ന രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് ഹോം റെമഡീസാണ്. അതിലൊന്നാമത്തെ കാര്യം ഒരു ഷാമ്പൂ, അതുപോലെ രണ്ടാമത്തെ ഒരു കണ്ടീഷണറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വളരെ വില കൂടിയിട്ടുള്ള ഷാമ്പൂ അതുപോലെ കണ്ടീഷണർ അതിനേക്കാൾ വളരെ ചീപ്പും വളരെ എഫക്റ്റീവുമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സർഫ് എക്സലൊക്കെ ഇട്ടിട്ട് പതിപ്പിക്കുന്ന പോലെ അത്രയും പതിയൊന്നും ഉണ്ടാവില്ല ഇതിന്. അതുപോലെ നമ്മുടെ സെൻറ്റിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയാണ്, കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണ്, എങ്ങനെയൊക്കെയാണ് നമുക്കതിനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഷാമ്പൂവിൽ നിന്ന് തുടങ്ങാം. ഷാമ്പൂ നമ്മൾ പൊതുവേ എന്തിനൊക്കെ യൂസ് ചെയ്യാം? നമ്മുടെ തലയിൽ എന്തെങ്കിലും പൊടിയുണ്ട്, അഴുക്കുണ്ട്, അല്ലെങ്കിൽ ഓയിൽ നന്നായിട്ടുണ്ട്, അതിനൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 വട്ടമൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട്. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വിയർപ്പ് വന്നിട്ട് പൊടിയൊക്കെ മുടി നന്നായിട്ട് അഴുക്ക് പിടിക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഷാമ്പൂസ് നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ മുടി നന്നായിട്ട് ഹാർഡാകുന്നതിനും പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഇന്നിവിടെ ഈ പറയാൻ പോകുന്ന ഈ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂവിന് നിങ്ങളുടെ തലത്ത് പൊടി കളയുന്നതിന്, അഴുക്ക് കളയുന്നതിന്, അതുപോലെ മുടി നന്നായിട്ട് തിളക്കമുള്ളതും അതുപോലെ നറീഷാക്കി വെക്കാനുള്ള എല്ലാ കഴിവും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. സോപ്പും കായ, വേറൊന്നുമല്ല, കുറച്ച് പേര് ഇതിനെ ഉറിഞ്ചിക്കായ, ഇംഗ്ലീഷിൽ ഇതിനെ സോപ്പിനിട്ട് എന്നും പറയാൻ പറ്റും. നന്നായിട്ട് കൂടുതൽ വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ഈ സോപ്പും കായ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിനെ വളരെയധികം നറീഷ് ചെയ്ത് വയ്ക്കാൻ, നല്ല തിളക്കമുള്ളതാക്കാനും സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സോപ്പും കായ. ഇത് ഉപയോഗിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ എല്ലാ ആയുർവേദ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ സോപ്പും കായ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. നിങ്ങളത് കുറച്ച് വാങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചതച്ച് നിങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിയാക്കുക. ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് തിളപ്പിക്കുക അല്ലെങ്കിൽ കുതിർത്ത് വയ്ക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട. ഈ പൊടിപ്പിച്ചിട്ടുള്ള പൊടി നമ്മളൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളമില്ലാത്തൊരു കണ്ടെയ്നറിൽ നിറച്ച് നിങ്ങളുടെ ബാത്റൂമിൽ ഇത് വെക്കുക. നിങ്ങൾ എപ്പോഴൊക്കെയാണ് തല കുളിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾ തലയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴുകി വരുമ്പോഴേക്കും ഇത് അത്യാവശ്യം തലയിൽ പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴുകി കളയാവുന്നതുമാണ്. ഞാനിവിടെ ഈ പറഞ്ഞതുപോലെ ഈ സോപ്പും കായ എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയിലുള്ള അഴുക്ക് കളയുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് പല കാര്യങ്ങളും നിങ്ങളുടെ മുടിയിലേക്ക് തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുടിയിൽ താരനുണ്ടെങ്കിൽ അതിന് മാറ്റുന്നതിനും, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിന് മാറ്റുന്നതിനും, നല്ലൊരു ഫ്രിസി ആയിട്ടുള്ള, അതായത് പരുപരുത്ത ഹെയറൊക്കെ ആണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് ആക്കുന്നതിനുമുള്ള കഴിവും ഈ സോപ്പും കായയ്ക്ക് ഉള്ളൊരു കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് അധികം കാര്യമായിട്ട് പതയൊന്നുമില്ല, നമുക്ക് കുറച്ച് പതയേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ തലയിലത്തെ അഴുക്ക് നല്ല രീതിയിൽ കളയാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കുറച്ചും കൂടി ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ എമൗണ്ടിൽ ഉണക്കിയ നെല്ലിക്കയുടെ പൊടിയും അതുപോലെ ശിഖാക്കായുടെ പൊടി ഈക്വൽ എമൗണ്ടിൽ എടുത്തതിന് ശേഷം ഈ സോപ്പും കായയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് അതല്ലാതെയും, അതായത് ശിഖക്കായും നെല്ലിക്കയുടെ പൊടി ഇല്ലെങ്കിലും സോപ്പും കായ മാത്രം ഉപയോഗിച്ചാലും ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും കിട്ടാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇത് എത്ര നാൾ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 6-7 മാസമൊക്കെ നമ്മളിങ്ങനെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ 6-7 മാസമൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹെയർ കണ്ടീഷണർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തലയിൽ ഓയിൽ യൂസ് ചെയ്യുന്നവരാണ്. ചിലർ കാണാൻ പറ്റും ഡെയിലി തലയിൽ ഓയിൽ യൂസ് ചെയ്യുന്നവർ. അങ്ങനെ നിങ്ങൾ ഡെയിലി ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓയിലിനേക്കാൾ നല്ലൊരു കണ്ടീഷണർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടീഷണർ വേണമെന്നുണ്ടെങ്കിൽ അലോവേറ ജെൽ അതുപോലെ തൈര്, ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ തൈര് എന്ന് പറയുന്നതിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടീഷനിങ് പ്രോപ്പർട്ടീനേക്കാൾ കൂടുതൽ അതിലൊരു പ്രോട്ടീൻ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടിപ്പോയ മുടീനെയൊക്കെ നല്ലപോലെ റിപ്പയർ ചെയ്യുന്നതിനും അതിന് നല്ല കഴിവുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ നിങ്ങൾ 1-2 വട്ടം തല കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു മാസ്ക് പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഈ സോപ്പും കായ ഉപയോഗിച്ച് നിങ്ങൾ തല കുളിക്കുന്നതിലൂടെയും നല്ലൊരു കണ്ടീഷനിങ് അതുപോലെ തന്നെ നല്ലൊരു ഷാമ്പൂ, ഈ ഒരു എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഷാമ്പൂ അതുപോലെ തന്നെ ഈ കണ്ടീഷണർ ആണെങ്കിലും 2 കാര്യങ്ങൾ നമ്മൾ പുറത്ത് ചെയ്ത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ബോഡിയുടെ ഉള്ളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമ്മുടെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരിക.
നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം, അതുപോലെ സ്ട്രെസ്സ് കൂടുതലുണ്ടെങ്കിൽ അതും നന്നായിട്ട് കുറയ്ക്കുക. ഭക്ഷണത്തിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ ആഡ് ചെയ്ത് ഒരു 30 മിനിറ്റ് നിങ്ങൾ കുറച്ച് എക്സസൈസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെയും നമ്മുടെ ഉള്ളിലെ പുറത്തേക്കുള്ള കാര്യങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് വരാനും വളരെ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.